നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രേക്ഷകർക്കും സമർത്ഥയിലേക്ക് സ്വാഗതം. അപ്പോൾ മിഴിയോരത്തിലെ ഒരു സെഗ്മെന്റായ സമർത്ഥയിൽ ഇന്നലെ ഞാൻ പറഞ്ഞു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇന്ന് ടഫ് ഒന്നല്ല, ഇന്ന് എളുപ്പമുള്ള തന്നെയാണ്. നിങ്ങൾ പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഇന്ന് രാഷ്ട്രീയമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എളുപ്പമുള്ള, പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാർ തന്നെയാണ്. എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെ ടഫായിട്ടുള്ള ആളെ ആരും സെലക്ട് ചെയ്തിട്ടില്ല. കണ്ട് തന്നെ മനസ്സിലാവും ഏത് രാഷ്ട്രീയക്കാരാണെന്നുള്ളത്. അത്രയും പ്രശസ്തരായ ആൾക്കാരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതിൽ വിജയ്ക്ക് കിട്ടാൻ പോകുന്നത് ഹൈവേ റെസ്റ്റോറൻറ്റ് വക ഒരു ഫുഡ് കൂപ്പൺ ആണ്. അപ്പോൾ ഇന്നത്തെ ഗെയിം ഒന്നും കൂടി ഞാൻ പറയുകയാണ്, എളുപ്പമാണ്. ഇന്നലെ നമ്മൾ കാണിച്ചത് ആരായിരുന്നു? സിനിമാക്കാരായിരുന്നു അല്ലേ? സിനിമയുടെ ഒരു കണ്ണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ മൂക്കിൻ്റെ ഈ ചുണ്ടിൻ്റെ ഭാഗം, ആ ഭാഗമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആരാന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞത്. ഇന്നലെ എല്ലാവരും പറഞ്ഞു, സിനിമയിൽ എല്ലാവരും കാണുമ്പോഴേക്കും പറഞ്ഞു ഇത് ആരാന്ന് പറഞ്ഞു. പക്ഷെ ഇതുപോലെ തന്നെ ഇന്നും എളുപ്പമുള്ളതാണ്. രാഷ്ട്രീയക്കാരാണ് കേട്ടോ, രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ആൾക്കാർ തന്നെയാണ് സെലക്ട് ചെയ്തത്. ഒരിക്കലും ടഫുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞിരുന്നു ടഫുള്ളതായിരിക്കുന്നത്, പക്ഷെ ടഫല്ല. കണ്ടു തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചു തുടങ്ങുക, ഈ ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വിജയ്ക്ക് കിട്ടാൻ പോകുന്നത് ഹൈവേ റെസ്റ്റോറൻറ്റ് വക ഒരു ഫുഡ് കൂപ്പൺ ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കോളർ ഉണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? വിനീത. വിനീത? അതെ, വിനീത. പിന്നെ ആദ്യമായിട്ടാണല്ലോ വിളിക്കാറുണ്ടല്ലോ? അല്ലല്ല, ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ട്. പ്രൈസ് കിട്ടിയോ വിനീതയ്ക്ക്? ഇല്ല, പ്രൈസ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം, കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇന്നത്തെ ഗെയിം എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ കാണും, ആരാ അതെന്ന് പറയണം. ഇപ്പൊ വരും. രാഷ്ട്രീയക്കാരാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. മേഖല രാഷ്ട്രീയമാണ്. ഓക്കെ, പൊളിറ്റിക്സ് ആണ്. അപ്പൊ നോക്കൂ. പ്രതിഭ പട്ടേൽ കറക്റ്റ് ആണ് കേട്ടോ വിനീത. എളുപ്പമുള്ള ആൾക്കാരാണെന്ന്. ഓക്കെ, അപ്പൊ ഷോയുടെ അവസാനം വരെ കാത്തിരിക്കുക വിനീത. ഇതുപോലെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എല്ലാവർക്കും കണ്ടു തന്നെ മനസ്സിലാവുന്നതാണ് കേട്ടോ. അങ്ങനെ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ, ആരാ വിളിക്കുന്നേ? നിമ്മി. കുഞ്ഞിവാവ ഉണ്ടല്ലോ അടുത്ത്? എന്തൊക്കെയോ പറയുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ചു പ്രൈസ് ഇന്നലെ എല്ലാരും പറഞ്ഞല്ലോ വിളിച്ചിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ന്. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ കാണും, ആരാണ് എന്ന് പറയണം. ഓക്കെ, എളുപ്പമുള്ളതാണ്, കണ്ടു തന്നെ മനസ്സിലാവും. ഇങ്ങനെ ടഫ് ഒന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. ജയലളിത കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ എളുപ്പമാണ് എന്ന്. ഓക്കെ, ഷോയുടെ അവസാനം വരെ കാത്തിരിക്കട്ടെ നിമ്മി. ഓക്കെ ബൈ നിമ്മി. അപ്പോ എന്ത് സുഖാല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ, ആരാ വിളിക്കുന്നേ? എന്റെ പേര് പ്രസന്ന. പ്രസന്ന? അതെ ചേച്ചി. പ്രസന്ന ചേച്ചി. എന്നിട്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ ചേച്ചി, നമുക്ക് ഗെയിമിലേക്ക് പോവാം. എളുപ്പമുള്ളതാണ് കേട്ടോ, അത്ര ടഫ് ഒന്നും അല്ല. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് ആരായെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഫോട്ടോ വന്നോ അവിടെ? വന്നില്ല, ഇപ്പൊ വരും. ഉമ്മൻചാണ്ടി. എനിക്ക് വയ്യ, നന്നായിട്ട് പറഞ്ഞല്ലോ. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ചേച്ചി, ഓക്കെ ബൈ. അപ്പോ പ്രസന്ന ചേച്ചിയും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ഹലോ, ആരാ വിളിക്കുന്ന? പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നു. പേര് പറഞ്ഞോളൂ. ശുഭ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? അതെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞോ? കഴിച്ചു കഴിഞ്ഞു. എന്താ സ്പെഷ്യൽ ഉണ്ടായിരുന്നേ? സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലായിരുന്നു, സാധാരണ ഭക്ഷണമേ ഉള്ളായിരുന്നു. സാമ്പാറൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോവാട്ടോ. ഇപ്പൊ ഒരു ഫോട്ടോ വരും, അത് കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പമുള്ളതാണ്. എല്ലാവരും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഫേസ് തന്നെയാണ് നമ്മൾ ഇന്ന് കാട്ടിയിരിക്കുന്നത്. കണ്ടോ ഫോട്ടോ? വന്നോ അവിടെ? അല്ലല്ല, വളരെ എന്താ പറയാ, വാർത്തകളൊക്കെ ഇടം നേടിയ ഒരാളാണ്. ക്ലൂ ഇല്ല, പാസ് ചെയ്യും. മനസ്സിലായോ? നോബൽ സമ്മാനം കിട്ടിയ ആളാണോ? പറ. പേര് പേര് കിട്ടുന്നില്ല, ആളറിയാം അല്ലേ?
ആ ആളിനെ അറിയാം, നോബൽ സമ്മാനം കിട്ടിയ അതന്നെ, ആളാണെന്നറിയാം. അതന്നെ, അതന്നെ. പാ ചേർത്തൊരു പേരല്ലേ? അതന്നെ, വേഗം പറഞ്ഞോളൂ. കിട്ടിയോ ശുഭ? കൊഴപ്പല്ല ശുഭ, അല്ല ആ പെട്ടെന്ന് ഞാൻ പാസ് ചെയ്യട്ടെ. മലാല. മലാല കറക്റ്റ് ആണ് കേട്ടോ ശുഭ. ആ ഓക്കെ, മലാല യൂസഫ് സായി ആണ് കേട്ടോ. ആ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ് ആൻസറും ശുഭ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ശുഭയും കറക്റ്റ് പറഞ്ഞു. ആളെ പിടികിട്ടി, പക്ഷെ പെട്ടെന്ന് പേര് വരുന്നില്ല, അതാണ് എല്ലാവരുടെയും പ്രശ്നം. കുഴപ്പമില്ല. അപ്പൊ ശുഭയും പറഞ്ഞു. നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ആരാ വിളിക്കുന്നേ? അപർണയാണ് വിളിക്കുന്നത്. അപർണ ആദ്യമായിട്ടാണോ? അതെ, ആദ്യമായിട്ട് വിളിക്കുന്നത്. ആദ്യമായിട്ട് വിളിക്കാണ് അല്ലേ? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഒക്കെ, ഫുഡൊക്കെ ഉണ്ടാക്കിയതില്? സ്പെഷ്യലി ഒന്നുമില്ല, സാമ്പാർ വെച്ചു. സാമ്പാർ. എല്ലാവരും അങ്ങനെ സ്പെഷ്യൽ ഒന്നുമില്ല, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലേ? അതെ നമുക്ക് അതെ. ഗെയിമിലേക്ക് പോവാട്ടോ. ആ ഇപ്പൊ ഓക്കെ. ഒരു ഫോട്ടോ വരും, ആ ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പാണ്, ആ ഓക്കെ. കണ്ട തന്നെ മനസ്സിലാവുന്ന നമുക്കൊക്കെ സുപരിചിതമായ ഒരു മുഖം തന്നെയാണ്. ഓക്കെ. വന്നാ ആ വന്നു. എ കെ ആന്റണി. AK ആന്റണി കറക്റ്റ് ആണ് പറഞ്ഞ. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ. അപ്പൊ ഷോയുടെ അവസാനം വരെ കാത്തിരിക്കാം. നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ഹലോ, ആരാ വിളിക്കുന്നേ? എന്റെ പേര് റമി. എന്താ പേര്? റമി. ക്ലിയർ ആയില്ല, ഒന്ന് ഉറക്കെ പറയാവോ? റമി. റനി. അതെ. റനി. ഓക്കെ, റനി. റനി എന്ത് പറ്റി? ഭയങ്കര സങ്കടം? സങ്കടമൊന്നുമില്ല. സങ്കടമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോവാട്ടോ. ആ ഓക്കെ. ഇപ്പൊ ഒരു ഫോട്ടോ വരും, ആ ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പമുള്ളത്. ആ പൊട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരാന്നുള്ളത്. കിട്ടിയാ? ഒരു മിനിറ്റ്. വന്നോ? ഫോട്ടോ വന്നോ അവിടെ? ആ ഇത് വൃന്ദ കാരാട്ട്. യെസ്, വൃന്ദ കാരാട്ടാണ് കേട്ടോ. ഓക്കെ. കറക്റ്റ് ആണ് റെനി പറഞ്ഞത്. ഓക്കെ താങ്ക് യു. ഓക്കെ, ബൈ. അപ്പോ എല്ലാവരും പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ബസനി. ഓക്കെ, നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ഹലോ, 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 ആരാ വിളിക്കുന്നേ? ഞാൻ ഇസ്മായില. ഇസ്മായിൽ. അതെ. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോകാം ഇസ്മായിൽ. ആയിക്കോട്ടെ. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും, ആ ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. ഇപ്പൊ അവിടേക്ക് ഒരു ഫോട്ടോ എത്തിട്ടോ ഇസ്മായിൽ. ഓക്കെ. വന്നോ? അവിടെ എത്തിയോ ഫോട്ടോ? ഇന്ന് കിട്ടിയോ? നമ്മളെ പ്രധാനമന്ത്രി ആരാ പേര് പറയൂ? നരേന്ദ്രമോദി. നരേന്ദ്രമോദി കറക്റ്റ് ആണ് ഇസ്മായിൽ. ഓക്കെ ഓക്കെ. ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇസ്മായിൽ ആണ് വിളിച്ചത്. ഇസ്മായിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു, എല്ലാരും കറക്റ്റാ പറഞ്ഞത്. ഓക്കെ, ഹലോ, ഹലോ, ആരാ വിളിക്കുന്നേ? റിയാണ്. റിയ. എന്തൊക്കെയുണ്ട് വിശേഷം റിയ? ഒന്നുമില്ല. ഒന്നുമില്ല, എന്നും ഞാൻ തന്നെ പോകുന്നു. ഒരു വിശേഷം ഒന്നും വലുതായിട്ട് വരുന്നില്ല അല്ലേ? ഇല്ലില്ല. നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും, ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പമുള്ളതാണ്, നമുക്കൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്. മനസ്സിലായോ? ഫോട്ടോ വന്നോ അവിടെ? വന്നില്ല. ഇപ്പൊ എത്തിയോ? ഫോട്ടോ വന്നല്ലോ. ഫോട്ടോ വന്നല്ലോ അനമാല എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആരാന്ന് മനസ്സിലായോ? മുനീറാണോ? മുനീറാണ്, കറക്റ്റ് ആണ്. ഓക്കെ. അറിയാം, അപ്പൊ ആൾക്കാരൊക്കെ അറിയാലേ, പിന്നെ ന്യൂസ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ റിയ ബൈ. ഓക്കെ, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ആരാ വിളിക്കുന്നേ? രേഷ്മയാണ്. രേഷ്മ. ആ രേഷ്മ ഭയങ്കര ഉഷാറിലാണല്ലോ. ഇന്നലെ കൊറേ രേഷ്മമാരെ വിളിച്ചിട്ടുണ്ട്, 2 രേഷ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഫുൾ നെയിം വേണോ? ഫുൾ. ഇനിയിപ്പോ ഒരു രേഷ്മ വരാണെങ്കിൽ ഞാൻ ചോദിച്ചാ പോരെ? ആ ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോവാട്ടോ. ഓക്കെ. ഇപ്പൊ ഒരു ഫോട്ടോ വരും, ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പമുള്ളതാണ്. അപ്പൊ നിങ്ങളൊക്കെ ആൾക്കാരൊക്കെ അറിയാം, എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ന്യൂസിലൊക്കെ, പത്രങ്ങളിലും അതുപോലെ എന്താ പറയാ ചാനലുകളൊക്കെ വരുന്ന മുഖങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോണിയാഗാന്ധി കറക്റ്റ് ആണ് കേട്ടോ. താങ്ക് യു. ഓക്കെ രേഷ്മ, ബൈ. അപ്പോ രേഷ്മയും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കാം. ഹലോ, ഇല്ല വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എളുപ്പമുള്ള ആൾക്കാർ. എന്നാലും ഞാൻ പറഞ്ഞു ടഫാണെന്ന്, പക്ഷെ ഞാൻ ടഫ് എടുത്തിട്ടില്ല. ഞാൻ എല്ലാവരും പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് അറിയുന്ന മുഖങ്ങൾ മാത്രം തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗമാണ് നമ്മൾ സ്ഥിരമായിട്ട് പത്രങ്ങളിലും അതുപോലെ ചാനലുകളൊക്കെ വരുന്ന മുഖങ്ങളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഹലോ. ഇല്ല, കോളില്ല, ആരുമില്ലേ? പേര് പറഞ്ഞോളൂ.
എന്താ പേര്? ജയചന്ദ്രൻ. ജയചന്ദ്രൻ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഓഫീസിലാണോ? അല്ല, വീട്ടിലുണ്ടല്ലേ? ഭക്ഷണം ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഇപ്പൊ ഒരു ഫോട്ടോ വരും. ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പം. മനസ്സിലായോ? വന്നോ അവിടെ? ഇപ്പൊ എത്തും. വന്നില്ലേ? ഗണേഷ് കുമാർ കറക്റ്റ് ആണ് കേട്ടോ ജയചന്ദ്രൻ. ഓക്കെ ഓക്കെ, പക്ഷെ അവിടെ അവസാനം വരെ കാത്തിരിക്കാം. നമുക്ക് ആരാ വിജയെന്ന് അറിയാം. അപ്പൊ ഓക്കെ, അപ്പുറത്തെ നെക്സ്റ്റ് കോൾ വന്നു. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? രേഷ്മനാഥ്. രേഷ്മനാഥ്. ഇന്നലെയും 2 രേഷ്മമാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 രേഷ്മനാഥല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നലെയും ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, എളുപ്പമാണ്. ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് ആ ലേഡി ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പമുള്ളതാണ്. വന്നോ? കിട്ടിയോ? ഇല്ല, വന്നില്ല. വന്നില്ല. ഇപ്പൊ എത്തും. ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി കറക്റ്റ് ആണ് കേട്ടോ രേഷ്മ. രേഷ്മനാഥ്. ഓക്കെ ഓക്കെ, അപ്പോ രേഷ്മനാഥും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. എന്തായാലും എല്ലാവരും ഇതുവരെ വിളിച്ചവരൊക്കെ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഒരാളെ പോലും തെറ്റിച്ചിട്ടില്ല കേട്ടോ. ഹലോ ഹലോ, ആരാണ്? വിഷ്ണു. വിഷ്ണു. വിഷ്ണു എന്ത് ചെയ്യുന്നു വിഷ്ണു? ഞാൻ ഇപ്പൊ ഇവിടെ വിസിറ്റില് ജോലി അന്വേഷിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ വിഷ്ണു ഇവിടെ വന്നിട്ട് ഇഷ്ടായോ? സ്ഥലമൊക്കെ ഇഷ്ടായോ? ഞാൻ നേരത്തെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണോ? ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ വരും. കിട്ടിയോ? ഇപ്പൊ വരും കേട്ടോ. വന്നോ? അവിടെ എത്തിയോ? മണി കറക്റ്റ് ആണ്. അപ്പൊ വിഷ്ണു കറക്റ്റ് ആണ് കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ. അപ്പൊ വിഷ്ണു കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? എന്റെ പേര് മിനി. മിനി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു. മിനിക്കാണോ പ്രൈസ് കിട്ടിയില്ലേ പഠിത്തോ? അതെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും. എളുപ്പമുള്ളതാണ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരാള്. കിട്ടിയോ? ഇപ്പൊ വരും. കണ്ടാൽ അറിയാം. വന്നോ? മൻമോഹൻ സിംഗ്. ഞാൻ പറഞ്ഞേ കണ്ടാൽ അറിയാന്ന്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് മിനി. ഓക്കെ, അപ്പൊ മിനിയാണ് വിളിച്ചത്. അയ്യോ, എന്തൊരു എളുപ്പമാണ്. എല്ലാവരും കാണുമ്പോഴത്തേക്കും പറയുന്നു. ഞാൻ എന്നും വിചാരിക്കും ടഫ് ആക്കണം എന്ന്, പക്ഷെ ടഫ് ആവില്ല. എന്തായാലും എളുപ്പമുള്ളത് തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, ഞാൻ ഹലോ കേട്ടോ? ഞാൻ ഹലോ ഹലോ എന്ന് പറയുന്നത്. ആരാ വിളിക്കുന്നത്? ഫാത്തിമ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ ഫാത്തിമ? ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇന്ന് സ്പെഷ്യൽ ഇല്ല? എല്ലാരും അതാ പറയുന്നത്. ഇന്ന് സ്പെഷ്യൽ ഉണ്ടോ വെച്ചപ്പോ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല. ഞാൻ വീക്കെൻഡ് ആവട്ടെ. വീക്കെൻഡ് ആവുമ്പോ നിങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കി പറയണേ എന്താന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പമാണ്. കിട്ടിയോ? പാകിസ്ഥാനിയാണോ? ഫോട്ടോ കിട്ടിയോ? ഫോട്ടോ ഒരു ലേഡി. ലേഡി അല്ല. വന്നോ? ഇല്ല, ഒരു ലേഡിയുടെ ഫോട്ടോ. ലേഡിയുടെ ഫോട്ടോ അല്ല, NTV എന്നല്ലേ കാണുന്നേ? അതെ. ഇപ്പൊ വന്നോ? ഒന്നില്ല. എന്നെ കണ്ടോ? ഇല്ല, ഒരു കോമന്റ് ചെയ്യും. എന്റെ അമ്മേ, വേറെ ഞാനിവിടെ വേറെ കാണുന്നത്. അപ്പൊ NTV അല്ലേ വെച്ചത്? NTV തന്നെ. ഇപ്പൊ കാട്ടിയത് വേറെയാണല്ലോ. മുരളീധരൻ. ഞാൻ പേടിച്ചു പോയി. ഇനിയിപ്പോ വേറെ ലേഡി എന്നൊക്കെ പറയുമ്പോ ഞാൻ പേടിച്ചു. ചാനൽ മാറ്റിയിട്ട് വീണ്ടും NTV വെച്ചപ്പോ ശരിയായി. ഓക്കെ, അപ്പൊ മുരളീധരൻ തന്നെയാണ് കേട്ടോ. കറക്റ്റ് ആണ്. ഓക്കെ ഫാത്തിമ, ബൈ. അപ്പോ നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ ഹലോ
ആരാ വിളിക്കുന്നേ? സതീഷ്. സതീഷ്. അതെ സതീഷ് ആദ്യമായിട്ടാണോ? അതെ അതെ ആദ്യമായിട്ടാണ്. എന്താ വർക്ക് ചെയ്യാണോ? അതെ വർക്ക് ചെയ്യാം. ഓക്കെ, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന സമയമാണോ ഇപ്പൊ? അതെ അതെ ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഇപ്പൊ ഒരു ഫോട്ടോ കാണും. ആ ഫോട്ടോ കണ്ടിട്ട് ആരാണ് അദ്ദേഹം എന്ന് പറയണം. എളുപ്പാണ്, അത് കണ്ടു തന്നെ നമുക്കറിയാം ആരാണ് എന്നുള്ളത്. വളരെ എളുപ്പമുള്ള ഒരു ഫോട്ടോ ആണ്. കിട്ടിയോ? യെസ്, നയനാറാണ്. കറക്റ്റ് ആണ് കേട്ടോ സതീഷ്. കറക്റ്റ് ആണ്. ബൈ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പോൾ സതീഷും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. ഞാൻ സിനിമാക്കാരെ മാത്രം കണ്ടാലാണ്, പക്ഷെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്താ പത്രങ്ങളൊക്കെ വായിക്കുന്നതും ചാനലുകളിലൊക്കെ കണ്ട് അതുപോലെ തന്നെ പരിചിതമായ മുഖങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നേ? ഷഹീറ. സഹീറ. ആ, എന്തുണ്ട് വിശേഷം സഹീറ? നല്ല വിശേഷം. നല്ല വിശേഷം. നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ കാണിക്കും. ആ ഫോട്ടോ കണ്ടിട്ട് ആരാ എന്ന് പറയണം. ഓക്കെ. എളുപ്പ. ഇപ്പൊ വരും, കണ്ട തന്നെ മനസ്സിലാവും നമുക്കത് അദ്ദേഹം ആരാണെന്ന്. പ്രത്യേകിച്ച് ഒരു വെറൈറ്റി കാണുമ്പോ തന്നെ ഒരു വേറിട്ട ആരാണ്? പന്ന്യൻ രവീന്ദ്രൻ. ഞാൻ പറഞ്ഞില്ലേ, കണ്ട തന്നെ മനസ്സിലാവുന്ന വേറിട്ട ഒന്നല്ലേ, ഒരു ഫേസ് അല്ലേ അല്ലേ? ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് സഹീറ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ സഹീറാണ് വിളിച്ചത്. ഞാൻ ഹലോ ഹലോ വിളിച്ച എനർജി ഒക്കെ പോയി തുടങ്ങി കേട്ടോ. ഹലോ, ആരാ വിളിക്കുന്നത്? ദീപ. അതെ. ദീപ ആദ്യമായിട്ടാണോ? സെക്കൻഡ് ടൈം ആണ്. പ്രൈസ് കിട്ടിയോ? ഇല്ല. ഇല്ല, കുഴപ്പമില്ല, നമുക്ക് നോക്കാം കേട്ടോ പ്രൈസ് കിട്ടുമെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹം ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ അവിടെ എത്തിയോ ഫോട്ടോ? ഫോട്ടോ എത്തിയോ ദീപ? ബാലകൃഷ്ണൻ. ആ, എന്ത് ഫുൾ നെയിം പറയാവോ? എന്താണ് ഫുൾ നെയിം പറയാവോ? ബാലകൃഷ്ണ പിള്ള. ആ, ബാലകൃഷ്ണ പിള്ള കേട്ടോ. കറക്റ്റ് ആണ് ദീപ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. എന്തായാലും ഷോയുടെ അവസാനം വരെ എല്ലാവരും കാത്തിരിക്കാൻ. നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, ആരാ വിളിക്കുന്നേ? ലിസ്ന. ലിഷ്ന. ലിഷ്ന അല്ലേ? കറക്റ്റ് അല്ലേ? ലിഷ്ന ആണോ ലിപ്നയാണോ? ലിസ്ന. LISN അല്ലേ? ലിസ്ന. ഓക്കെ, ലിസ്ന ആദ്യമായിട്ടാണോ? വിളിക്കാറുണ്ട്. പ്രൈസ് കിട്ടിയോ? കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് ആരാ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, എളുപ്പ. കിട്ടിയോ? വന്നിട്ടുണ്ടാവുമല്ലോ അവിടെ. പെട്ടെന്ന് അറിയൂ. പിണറായി വിജയൻ. കറക്റ്റ്. എന്തിനാ സംശയം? കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ ലിസ്നയും കറക്റ്റ് ആണ് പറഞ്ഞത്. നമുക്കിനി നെക്സ്റ്റ് ആരാണെന്ന് നോക്കാം. ടൈം ഒക്കെ ഇങ്ങനെ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ. ഹലോ, ആരാണ്? നീതു. അതെ. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല, കഴിക്കണം. കഴിക്കാൻ പോകുന്ന സ്പെഷ്യൽ ഉണ്ടാവല്ലോ? ഒന്നുമില്ല. ആർക്കും ഒന്നുമില്ല എന്ന് എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു. സ്പെഷ്യൽ ഉണ്ടോ ആർക്കും ഒന്നുമില്ല എന്നാ പറയുന്നത്. നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് ആരാ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പാണ്. കിട്ടിയോ? ഇപ്പൊ എത്തും കേട്ടോ. എളുപ്പമാണ് നമുക്കൊക്കെ. ഞാൻ പറഞ്ഞില്ല, എല്ലാ ഫോട്ടോസും നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇത് കണ്ടാലും പ്രകാശ് കാരാട്ട്. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ബൈ നീതു. ഓക്കെ, അപ്പൊ നീതും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, വളരെ എളുപ്പമാണെന്ന്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ. 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 ആരാ? പേര് പറഞ്ഞോളൂ. രേഖ. രേഖ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പ്രൈസ് കിട്ടിയോ? ഇല്ല, വന്നില്ല. വാങ്ങിക്കണം വന്നിട്ട്. വന്ന് വാങ്ങണ്ടേ? ഓക്കെ, നമുക്ക് പോവാം. ഗെയിമിലേക്ക് പോകാം. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും. അപ്പൊ ആരാ എന്ന് പറയണം. കിട്ടിയില്ലേ? കേക്കുന്നു. ഇപ്പൊ വരും. രാഹുൽ ഗാന്ധി. കറക്റ്റ് ആണ്. കറക്റ്റ് ആണ് കേട്ടോ.
ഓക്കെ ബൈ താങ്ക്സ് ഫോർ കോളിംഗ് ബൈ. അപ്പോൾ രേഖയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? കിരണാ. കിരൺ എന്തുണ്ട് വിശേഷം? കിരൺ സുഖം. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഇന്ന് ഒരുപാട് ആൾക്കാര് പിന്നെ ഓഫീസിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ടോന്ന് അല്ലേ? ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതാണോ കിരൺ? എല്ലാവരും അങ്ങനെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എളുപ്പമാണ് കിരൺ, കണ്ടാൽ അറിയാം. മനസ്സിലായോ? ഇപ്പൊ എത്തിയോ അവിടെ ഫോട്ടോ? കിട്ടിയോ? രമേശ് ചെന്നിത്തല കറക്റ്റ് ആണ് കിരൺ. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. അപ്പോൾ കിരണും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. സമയം കഴിയാറായിരിക്കാണ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? മീര. മീര വിളിക്കാറുള്ള മീരയല്ലേ? അതെ അതെ. ഞാൻ വേറെ കുറെ മീരമാരാണോ? ഓക്കെ, എന്തുണ്ട് വിശേഷം? ഇന്ന് സ്പെഷ്യൽ ഉണ്ടോ? ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല. എന്നത്തെ പോലെ ഒരാളെങ്കിലും പറയാം ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് എന്ന്. അത് പ്രതീക്ഷിച്ചിട്ട് സ്പെഷ്യൽ ഉണ്ടോ എന്ന് നോക്കുന്നത്. എല്ലാവരും സ്പെഷ്യൽ ഇല്ലെന്ന് പറയുന്നത്. സാമ്പാറാണോ കറി? ഇന്ന് സാമ്പാറുണ്ട്, മീൻ വറുത്തതുണ്ട്. സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ അതെ. നമുക്ക് ഗെയിമിലേക്ക് പോവാട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ വരും. അത് കണ്ടിട്ട് ആരാന്ന് പറയണം. ഇപ്പൊ എളുപ്പം കണ്ട തന്നെ മനസ്സിലാവുന്ന ഒരു മുഖമാണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. കിട്ടിയോ അവിടെ ഫോട്ടോ? ഓക്കെ, വരുന്നുണ്ട്. ശശി തരൂർ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓ, താങ്ക് യു. ഓക്കെ, ബൈ. ബൈ. ഓക്കെ, അപ്പോ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഇനി ലാസ്റ്റ് കോളിലേക്ക് പോയാലോ? ലാസ്റ്റ് കോളിലേക്ക് പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും. ലാസ്റ്റ് കോൾസ് പോകാൻ തോന്നുന്നു. 2-3 വിളിക്ക് പോവാം, സമയമുണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? ഇത് ലക്ഷ്മിയാണ്. ലക്ഷ്മി. അതെ, ലക്ഷ്മി എന്തുണ്ട് വിശേഷം? സുഖം. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ലക്ഷ്മി? അല്ലല്ല, എനിക്ക് ലാസ്റ്റ് വീക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പ്രൈസും കിട്ടി. അപ്പൊ മിടിക്കുക. നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരും മിടിക്കുക, വിളിക്കുന്നവരൊക്കെ മിടിക്കുക. കാരണം എല്ലാവരും പറയുന്നുണ്ട് ആൻസർ. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോ ഒരാൾക്കല്ലേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഒരു ഫോട്ടോ കാണും. അത് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. കിട്ടിയോ? അയ്യോ, കട്ടായി പോയി. കട്ടായി പോയല്ലോ ലക്ഷ്മി. സാല, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ, ആരാ വിളിക്കുന്നേ? എന്താ പേര്? ത്രിഷാദ് ആണോ? അതെ അതെ, ഒരു പ്രത്യേക പേര് ത്രിഷാദ്. ചുമ്മാതല്ല, ഞാൻ റിഷാദ് എന്നുള്ളത് കേൾക്കുന്നത്. ത്രിഷാദ് ഒരു പേര് ഞാൻ അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ റെയർ ആയിട്ട് കേൾക്കുന്ന പേര്. അപ്പൊ റിഷാദ്, നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിൽ പോവാം. ഇപ്പൊ ഒരു ഫോട്ടോ വരും. നേരത്തെ കാണിച്ച ഫോട്ടോ തന്നെയാണ്. ആ ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. മനസ്സിലായോ? ഫോട്ടോ കിട്ടിയോ അവിടെ? റിഷാദിനെ കിട്ടിയോ അവിടെ? ഫോട്ടോ കണ്ട്. ആരാണ്? പിടികിട്ടിയില്ല തോന്നുന്നു ആ ചിരിയിൽ. ആ, കിട്ടിയോ? ഇല്ല, സോറി, കുഴപ്പമില്ല കേട്ടോ റിഷാദ്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. അപ്പൊ എന്തായാലും ഞാൻ പറയുന്നില്ല, അത് പാസ് ചെയ്യാണ്. അറിയുന്ന ആളുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകാം. ഹലോ ഇല്ല, കട്ടായി പോയി. പെട്ടെന്ന് വിളിക്കാവോ? ഇപ്പൊ ടൈം കഴിയും. ആരാന്നൊന്ന് പറയണ്ടേ? അത് കട്ടായി പോയി. 2 പ്രാവശ്യം കട്ടായി പോയി. വരുമോ? പെട്ടെന്ന് ഒരു ലാസ്റ്റ് കോളറേയും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എളുപ്പമുള്ളതാണ് അത്. ഓക്കെ, ഹലോ ആരാ വിളിക്കുന്നത്? ഹായ്, എന്റെ പേര് ക്രിഷോപ്പ് എന്നാണ്. ക്രിഷോപ്പ് ക്രിഷോപ്പ് KRISH. ക്രിഷോപ്പ് അല്ലേ?
അതെ. ഇത് റെയർ ആണ്, ഞാൻ പറയട്ടെ അല്ലേ? വെരി റെയർ ആണ്. ആദ്യമായിട്ട് ക്രിഷോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ശരിക്കും പല ആൾക്കാരും സാധാരണ പേര് പറയുമ്പോൾ ഞാൻ കേൾക്കുന്നതൊക്കെ വേറെ എന്തൊക്കെയോ പേരാ. ഇത് എന്ത് പേരെന്ന് ചോദിക്കാം. പക്ഷെ ക്രിഷോപ്പ് ഇല്ല അല്ല, അധികം പേരും ഇല്ല. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാം. ക്രിഷോപ്പ്, ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു ഫോട്ടോ വരും. ആ ഫോട്ടോ കണ്ടിട്ട് ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. എളുപ്പാണ്. മനസ്സിലായോ? മനസ്സിലായോ ആരാണെന്ന്? വന്നോ? ഫോട്ടോ വന്നോ അവിടെ? പറഞ്ഞോളൂ. വീരേന്ദ്രകുമാർ കറക്റ്റ് ആണ് കേട്ടോ ക്രിഷോപ്പ്. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ ക്രിഷോപ്പ് ആണ് വിളിച്ചത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് വിളിച്ചു. എല്ലാവരും കറക്റ്റാണ് പറഞ്ഞു. രണ്ടല്ല, എല്ലാവരും പറഞ്ഞിട്ടില്ല. 2 പേരട്ടോ എനിക്ക് ഒരാൾ കട്ടായി പോയി തോന്നുന്നു, ഒരാൾക്ക് അറിയത്തില്ല. അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിജയി ദീപയാണ്. അപ്പോൾ ദീപ, കൺഗ്രാറ്റുലേഷൻസ്. ദീപയ്ക്ക് കിട്ടാൻ പോകുന്നത് ഹൈവേ റെസ്റ്റോറൻറ്റ് വക ഒരു ഫുഡ് കൂപ്പണാണ്. അപ്പോൾ നമുക്ക് നാളെ കുറച്ച് ടഫ് വേണോ? കുഴപ്പമില്ല അല്ലേ? നോക്കാം. നമുക്ക് നാളെ കുറച്ച് ടഫുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ കാണാം. നന്ദി, നമസ്കാരം. എന്താ പേര്? രേവതി. മെഗാ ഹിറ്റ് സംവിധായകൻ പ്രിയദർശന്റെ സംവിധാന മികവിൽ ചിരിയുടെ മാലപ്പടക്കം സൃഷ്ടിച്ച എവർ ഷൈൻ കോമഡി ഹിറ്റ് മൂവി പൂച്ചയ്ക്കൊരു മൂക്കുത്തി. വിശ്വാസം വരുന്നില്ലേ? മോഹൻലാൽ, ശങ്കർ, നെടുമുടി വേണു, മേനക, ശ്രീനിവാസൻ, പപ്പു തുടങ്ങിയ മലയാളത്തിന്റെ താരനിര ഒത്തുചേർന്ന ഹാസ്യവിരുന്ന്. പൂച്ചയ്ക്കൊരു മൂക്കുത്തി ഇന്ന് രാത്രി 11 മണിക്ക് നിങ്ങളുടെ NTV.